ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയുള്ള ഒരു പനീർ കറി വയ്ക്കുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കും കഴിക്കാത്ത ആർക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തത് 4 സബോള, അതുപോലെ 2 തക്കാളി, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ഇതൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഇപ്പോൾ വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല, നമ്മളിത് വാട്ടി മിക്സിയിൽ അടിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഇത് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി വയ്ക്കുക, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വയ്ക്കുക. ഈ പച്ചക്കറികളൊക്കെ അതിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു 3 ടീസ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ ഓയിൽ ഒഴിക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അത് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പും 2-3 എന്താ പറയുക പട്ട അത് ഇടാം. അതൊക്കെ ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് അത് വാട്ടിയെടുക്കുക കേട്ടോ. പക്ഷേ ഈ കറിയിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ഇടാന്ന് പറയുന്നത് കറിക്ക് കൊഴുപ്പ് കൂട്ടാനും ടേസ്റ്റ് കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട, ഇട്ടാൽ നല്ലതാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മളത് നന്നായി ഒന്ന് വഴച്ചെടുക്കുക. അത് വഴച്ചെടുക്കുക എന്ന് വെച്ചാൽ നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായി വഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായ മുളക്, മല്ലി, മഞ്ഞൾ, ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. അപ്പോൾ ഇതിലേക്ക് അപ്പോൾ എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഇത്തിരി എരിവ് കൂടുതൽ ഇടാം. അതല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അധികം എരിവ് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി എരിവ് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ആക്കാം കേട്ടോ. മിക്സ് ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇട്ട മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റിന് മറ്റേ കസ്തൂരി മേത്തി എന്ന് പറഞ്ഞത് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതിൻ്റെ ഇലയും കൂടി ഇടും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെജിറ്റബിൾസൊക്കെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. നന്നായി അടിച്ചെടുത്തിട്ട് വീണ്ടും ഒരു ചട്ടി വയ്ക്കുക. ആ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് കഴിച്ച ഗ്രേവി അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നല്ല കട്ടി പോലെയാണെങ്കിൽ കുറച്ച് ആ മിക്സിയിൽ ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം അത് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ പനീർ ഇടാം. അപ്പോൾ പനീർ ഇപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ ക്യൂബ് ഷേപ്പിലാണ്. അപ്പോൾ ഞാനൊരു പാക്കറ്റാണ്, അതായത് 100-150 ഗ്രാമാണ് കേട്ടോ പനീർ. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ടു. എന്നിട്ട് നന്നായി അങ്ങോട്ട് തിളപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അതൊരു തുണ്ട് മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മതി പഞ്ചസാര. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറികൾ വയ്ക്കുമ്പോൾ ഒരു 1/4 പഞ്ചസാര ഇട്ടോളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കസ്തൂരി മേത്തി എടുത്തിട്ട് നന്നായി അങ്ങോട്ട് കൈ കൊണ്ട് തിരുമ്പിയിട്ട് ഇടുക. സംഭവം അടിപൊളി, നല്ല ടേസ്റ്റുള്ള പനീർ കറിയും. വെജിറ്റബിൾസ് കഴിക്കാതെയുള്ള കുട്ടികൾക്ക് ഇത് സൂപ്പറായിരിക്കും. ചപ്പാത്തിയോ പൊറോട്ടയോ വെള്ളപ്പോ എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇത് ചൂടാറും തോറും ആ ഗ്രേവി നല്ല തിക്കായിട്ട് വരും. ചൂട്ടോടെ കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കിയിട്ട് ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇത് കഴിച്ചത് പൊറോട്ടയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയാണ് കേട്ടോ. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഗീ റൈസിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടിയോ കഴിക്കാനായാലും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.